തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ തടവുകാരന് വേണ്ടി തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ്. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ട് കളഞ്ഞത്. ഇയാൾ 53 കേസുകൾ പ്രതിയാണെന്നാണ് അറിയുന്നത്. ബാലമുരുകൻ തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം ടെലിഫോണിൽ ചേരുന്നു. റാഫി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നഗരം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രി 10:30 തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ ചാടിപ്പോകുന്നത്. ബാലമുരുകനെ വിയൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിനിടയിൽ തമിഴ്നാട് പോലീസ് സംഘത്തിനോടൊപ്പം വിയൂർ ജയിലിന് സമീപത്തുള്ള കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഈ സമയത്ത് ബാലമുരുകന്റെ വിലങ്ങ് തമിഴ്നാട് പോലീസ് അഴിക്കുകയായിരുന്നു. അതിനിടയിലാണ് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടത്. ഈ ഓടി രക്ഷപ്പെട്ടതിന് ശേഷം പോലീസ് പിന്തുടരുന്നതിനിടെ ബാലമുരുകൻ ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളൊരു സംശയമാണ് നിലവിൽ പോലീസിനുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. തൃശൂർ നഗരം കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ നഗരത്തിന് പുറത്തേക്ക് പ്രതി കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന. സമീപ രീതിയിൽ തന്നെ 1 വർഷം മുൻപ് ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. അന്നും ഇതുപോലെ തമിഴ്നാട് പോലീസിന്റെ ബസ്സിനകത്തു നിന്നാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. വിയൂരിലേക്ക് എത്തിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു 1 വർഷം മുൻപ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. 53 കേസുകളിലാണ് ബാലമുരുകൻ പ്രതിയായിട്ടുള്ളത്. മോഷണ കേസുകളാണ് പ്രധാനമായും ബാലമുരുകനെതിരെ ഉള്ളത്. ഈ മോഷണ കേസുകളിൽ വീടുകൾ കയറി മോഷ്ടിക്കുന്ന രീതിയിലാണ് ബാലമുരുകന്റെ ഒരു പ്രവർത്തനം. ആ നിലയിലുള്ള ഒരു കുപ്രസിദ്ധി ബാലമുരുകനുണ്ട്. അങ്ങനെയാണ് ബാലമുരുകന് തമിഴ്നാട്ടിലെ ഒരു മോഷണത്തിനിടയിൽ പിടിയിലാകുന്നത്. ആ തമിഴ്നാട്ടിലെ മോഷണത്തിനിടയിൽ പിടിയിലായ ബാലമുരുകനെ തമിഴ്നാട്ടിൽ നിന്ന് വിയൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. 10:30 വിയൂർ ജയിലിന് സമീപത്തേക്ക് എത്തുന്നത്. ജയിലിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ബാലമുരുകനുമായി ഭക്ഷണം കഴിക്കാനുള്ളൊരു നീക്കം. ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ബാലമുരുകൻ ഈ തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് കടക്കുകയായിരുന്നു. എന്തായാലും നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന, ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചൊരു പരിശോധന. എന്നാൽ ഈ പോലീസ് സംശയിക്കുന്നത് കൃത്യമായ ഒരു പ്ലാനിംഗ് ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുമ്പോൾ സമീപത്തായി തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു. ഈ കാറിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സംശയമാണ് പോലീസിന് പ്രധാനമായുള്ളത്. തമിഴ്നാടിന്റെ പോലീസ് സംഘവും ഈ പരിശോധനയ്ക്ക് ഒപ്പം ചേരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. റാഫി കരീമാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഇനി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടി ടെലിഫോണിൽ ചേരുന്നു. സൂരജ്, ഈ അന്വേഷണം ഇപ്പോൾ എവിടേക്കാണ്? തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണോ അന്വേഷണം നടക്കുന്നത്? നമുക്ക് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ ലഭിക്കുന്ന അപ്ഡേഷൻ? എന്തായാലും തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, ഈ ബാലമുരുകന്റെ ചില സുഹൃത്തുക്കൾ ഇടുക്കി ഉൾപ്പെടുന്ന മറയൂർ, കാന്തല്ലൂർ മേഖലകളിലുണ്ട്. അങ്ങോട്ടേക്ക് രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 1 വർഷം മുൻപും സമാനമായ രീതിയിൽ ഈ ജയിൽ ചാടിയ ആളാണ് ബാലമുരുകൻ. അന്ന് ഈ കാന്തല്ലൂരിലടക്കം ഈ തമിഴ്നാടിന്റെ പ്രത്യേക അന്വേഷണ സംഘം അടക്കം തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അന്ന് ബാലമുരുകനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഈ തൃശൂരിൽ അന്ന് ചാടിയത് ഈ ജയിലിന് സമീപത്ത് വെച്ച്, വിയൂർ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ജയിലിന്റെ എൻട്രൻസിൽ വെച്ചായിരുന്നു. അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട പ്രതി പിന്നീട് ഈ പവർ ഹൗസിന് സമീപം എത്തുന്നു. പവർ ഹൗസിൽ പതുങ്ങിയിരുന്നതിന് ശേഷം സമീപത്തുണ്ടായിരുന്ന ഒരു ബൈക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു അന്ന് ചെയ്തത്. പിന്നീട് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഈ ജയിൽ ചാട്ടം പ്ലാൻ ചെയ്തിരുന്നുവെന്നും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശൂർ അടക്കമുള്ള ജില്ലാതിർത്തികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ വലിയ തെരച്ചിൽ നടത്തി. പക്ഷേ ഈ ബാലമുരുകനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ സംശയിക്കുന്ന വാഹനം കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജില്ല വിട്ട് പോയിരിക്കില്ല എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അന്നും ബാലമുരുകൻ ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പതിയിരുന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ബൈക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നത്. അതായത് പോലീസ് ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന സമയത്ത് ബാലമുരുകൻ അവിടെ നിന്ന് മാറുന്നില്ല, പതുങ്ങിയിരിക്കുന്നു. പിന്നീട് ഈ ശ്രദ്ധ തിരിയുന്ന സമയത്ത് രക്ഷപ്പെടുന്നതാണ് ബാലമുരുകന്റെ നേരത്തെ ഉപയോഗിച്ച രീതി. അതുകൊണ്ട് തന്നെ ഈ ജില്ല വിട്ടു പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നുകൂടി പോലീസ് കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നത്. അത് ഇടറോഡുകളും ഈ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും അടക്കം പരിശോധന നടത്തുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും പതിയിരിക്കുന്നതിനുള്ള ഒരു സാധ്യതയും പോലീസ് കണക്ക് കൂട്ടുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസിനുണ്ടായ വീഴ്ച അത് വളരെ ഗുരുതരമാണ്. കാരണം ഒരു തവണ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ തടവുകാരനാണ്. ആ തടവുകാരനെ വീണ്ടും കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭക്ഷണം നൽകിയതിനു ശേഷം ആ കൈവിലങ്ങ് കൈവിലങ്ങ് അണിയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ വീഴ്ചയിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്തായാലും കേരള പോലീസ് വ്യാപകമായി വലവിരിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കൊപ്പം സൂരജ് സജിയാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.